കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ അത് ഇയാള് ഉറങ്ങിയൊന്ന് നോക്കിയതാ. ഉറങ്ങിയൊന്ന് നോക്കിയതാ? അത് ഇവിടെ കിടന്ന് നോക്കിയാ കണ്ടൂടെ? അത് ഇവിടെ കിടന്ന് നോക്കിയപ്പോ ശരിക്കും കണ്ടില്ല, അതാ. ഷടാ, എന്നാൽ എന്തിനായിരിക്കും ഇനി അത്താ? നീങ്ങുന്ന ആരെയും കാണുന്നില്ലല്ലോ. നീ ഒന്ന് വിളിച്ചു നോക്ക്. ശാരദാമേ, ശാരദാമേ, ഒന്ന് ഉറക്കെ വിളിക്ക്. ശാരദാമേ. ശാരദാമ്മയ്ക്ക് ഇന്ന് ഞങ്ങളാണോ കണി എന്ന് പറയാം. നിങ്ങൾ അകത്തേക്ക് വാ. ഇരുന്ന് സംസാരിക്കണമെന്നില്ല ശാരദാമ്മേ. ഞങ്ങളൊരു നിർദ്ദേശം ശാരദാമ്മയ്ക്ക് മുമ്പിൽ വെക്കാൻ വന്നതാ. അതിൽ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി ശാരദാമ്മ. എന്തായാലും അകത്തിരുന്ന് സംസാരിക്കാം. വരൂ. ഇരിക്കെ. എന്താ ശാരദാമ്മ ഒരു രഹസ്യ സ്വഭാവം? മറ്റാരും അറിയാതെയാണോ ഈ ഇടപാട്? അധികാരം അറിയണ്ടെന്ന് വെച്ചു. എന്ന് വെച്ചാ ശാരദാമ്മയുടെ മക്കൾ കൂടി അറിയാതെയാണ് ഈ ഇടപാട്. അതിന് നിങ്ങൾ ഈ കാര്യത്തിൽ വാക്കൊന്നും തന്നിട്ടില്ലല്ലോ. ഇന്നിക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കണമെന്നുണ്ട്.
ഒടുവിൽ ശാലിനിയോ മറ്റോ എന്തെങ്കിലും ഉടക്കുമായി വന്നാല് അവരെയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. ഒരു വാക്ക് പറഞ്ഞ അതിന്ന് മാറാൻ രാജേശ്വരിക്ക് ബുദ്ധിമുട്ടാ. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ടാ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. ഞാനെന്ത് വാക്ക് വ്യത്യാസം കാണിച്ചെന്ന്? ഇതിനകം അൾഷിമേഴ്സ് വന്നിട്ടില്ലെങ്കിൽ ശാരദാമ്മയ്ക്ക് ഓർമ്മയുണ്ടാവും. ഈ ഭൂമിക്കും വീടിനും ഒക്കെ പ്രതിഫലമായി ഞാനും ഗോപാലേട്ടനും കൂടി 10 ലക്ഷം രൂപ ശാരദാമ്മയെ ഏൽപ്പിച്ചു. വീട് ഒഴിഞ്ഞു തരാൻ പറ്റില്ല എന്നും പറഞ്ഞ് പിറ്റേന്ന് ആ 10 ലക്ഷവുമായി നിങ്ങൾ തിരിച്ചു വന്നു. വാക്ക് വ്യത്യാസം അല്ലേ അത്? ഞാൻ ആ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതല്ലോ, നിങ്ങൾ എന്നെ പിടിച്ചേൽപ്പിച്ചതല്ലേ. എന്തായാലും നിങ്ങളത് വാങ്ങിവെച്ചു എന്നുള്ളത് സത്യമല്ലേ? പിന്നെ ആ പണം തിരികെ വാങ്ങിക്കാൻ ഞാൻ പെട്ട പാട്. പഴങ്കഥ പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. ഇപ്പം വീടും ഹോട്ടലും ഒഴിഞ്ഞു തരാന്ന് പറഞ്ഞ് ശാരദാമ്മ ഇങ്ങോട്ട് വന്നിരിക്കുകയല്ലേ. നമുക്ക് ബിസിനസ് സംസാരിക്കാം. അതെ, ആ ഒന്നോർത്ത ഈ സ്ഥലം ഒഴിഞ്ഞു തരുന്നതിന് ഞാൻ 10 പൈസ ശാരദാമ്മയ്ക്ക് തരേണ്ട കാര്യമില്ല. ഈ വീടും ഹോട്ടലിരിക്കുന്ന ഭൂമിയും ഗോപാലേട്ടന്റെ പേരില. അതറിയാവല്ലോ. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ, അത് ഓർമ്മയുണ്ടാവണം. പിന്നീട് ഞങ്ങള് കാണിക്കുന്നതെല്ലാം കരുണ. ബാല, നീ പറഞ്ഞു. ശാരദാമ്മേ, നിങ്ങളോട് കരുണ കാട്ടേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ഇതിനു മുമ്പ് ഞാൻ ഈ വീട്ടിൽ കാല് കുത്തിയത് ഒരു കല്യാണാലോചനയുടെ ഭാഗമായിട്ടാ. അതിനുശേഷം എനിക്കുണ്ടായ അപമാനവും ദുരനുഭവങ്ങളും ഓർമ്മയുണ്ടാവുമല്ലോ. ചേച്ചിയുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ടാ ഈ ഇടപാട് നടക്കുന്നത്. അതും നിങ്ങൾക്ക് ഗുണമുള്ള രീതിയിൽ. അതായത് ശാരദാമ്മേ, ഇതിനു മുമ്പ് ഈ ഭൂമിക്കും ഹോട്ടലിനും വീടിനും ഒക്കെയായി ഞങ്ങൾ വിലയിട്ടത് 10 ലക്ഷം രൂപയാ. പക്ഷെ ഇത്തവണ ശാരദാമ്മ ഇങ്ങോട്ട് വന്നതല്ലേ. എന്ന് കരുതി ഒന്നും കുറയ്ക്കുന്നില്ല, കൂടുന്നതേ ഉള്ളൂ. 10 ലക്ഷത്തിൽ കൂടുതൽ തരും. പണമായിട്ടല്ല, പൊന്നായിട്ട്. എന്നുവെച്ചാ എത്രയാ? 30 പവൻ. മൂല്യം കണക്കാക്കുമ്പോ 10 ലക്ഷത്തിൽ കൂടുതൽ വരും. അത് 30 പവനെന്ന് പറഞ്ഞ 15-ന് താഴെയല്ലേ വരൂ? ഈ വീടിനും ഹോട്ടലിനും ചുറ്റുമുള്ള ഭൂമിക്കും എല്ലാം കൂടി അത്രയും പോലും മൂല്യം ഇതിനൊന്നും ഞങ്ങൾ കാണുന്നില്ല ശാരദാമ്മ. സമ്മതമാണെങ്കിൽ മാത്രം രൊക്കം ഇടപാട്. ചേച്ചി ഇത്രയും കരുണ കാട്ടിയത് തന്നെ നിങ്ങൾക്കൊരു ആവശ്യത്തിന് ഉതകുമല്ലോ എന്ന് കരുതിയ. 30 പവനുണ്ടെങ്കിൽ ശാരികയുടെ സ്ത്രീധന പ്രശ്നം തീർന്നു കിട്ടുമല്ലോ. ഒരു പെൺകുട്ടിയുടെ കണ്ണീര് കാണണ്ടല്ലോ എന്നാ ചേച്ചി പറഞ്ഞത്. 30 പവൻ മാത്രം വാങ്ങി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ ശ്യാമയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോവും? അവളും പ്രായപൂർത്തിയായൊരു പെൺകുട്ടിയാ. 2 മുറിയുള്ള ഒരു വീടിന് അഡ്വാൻസ് കൊടുക്കണമെങ്കിൽ പോലും വേണം 50,000 രൂപ. ബാല, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇതൊന്നും നടക്കുന്ന കേസല്ലെന്ന്. ഇവരുടെ പണക്കൊതിയും ആർത്തിയും ഈ ജന്മം തീരില്ല. ഈ കണ്ണീരും കൈയും കാണാന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. വാടാ, നമുക്കിറങ്ങാം. ചേച്ചി ഒന്ന് നിന്നേ. ശാരദാമ്മേ, നിങ്ങളെ കയ്യിലൊരു കല്ലുണ്ട്. ആ കല്ലിന് 1 ലക്ഷം രൂപ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? പക്ഷെ ആ കല്ലിന് അതിനുള്ള വില കിട്ടുമോ? ഒരു മകളെയും കൂട്ടി ഈ വീട് വിട്ടിറങ്ങണോ, അതോ കെട്ടിച്ചു വിട്ട മകളെ കൂടി കെട്ടിപ്പിടിച്ച് ഇവിടെ തന്നെ പൊറുക്കണോന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. എന്തായാലും കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് പോകുന്നു ആരും പേടിക്കണ്ട. കല്യാണം കഴിഞ്ഞെങ്കിലും നിങ്ങളെ ഗതി തന്നെയാണല്ലോ ശാരികയ്ക്കും.
ഇവിടുത്തെ അടുക്കളപ്പുറത്ത് തന്നെ പറ്റിക്കൂടാ. ബാല, നീ വരുന്നുണ്ടോ? എന്താ ശാരദാമ്മ ഇത്? ശ്ശേ. രാജേശ്വരി നിക്ക്. എനിക്ക് സമ്മതോ? പൂർണ്ണ സമ്മതം. ബാല, എന്തു വേണം? ഈ പറഞ്ഞത് ഉള്ളിത്തട്ടിയാണെന്ന ചേച്ചി എനിക്ക് തോന്നുന്നത്. എങ്കിൽ നമ്മുടെ ഉപാധികൾ പറഞ്ഞു കൊടുക്ക്. വെറുതെ വാക്ക് പറഞ്ഞാൽ മാത്രം പോരാ. സ്വർണം വാങ്ങുന്നതിനൊപ്പം നിങ്ങളൊരു എഗ്രിമെന്റിൽ കൂടി ഒപ്പിട്ട് തരണം. ഈ ഭൂമിയിലോ വീട്ടിലോ ഹോട്ടലിലുള്ള സ്ഥാവര ജംഗമങ്ങളിലോ യാതൊരു അവകാശവും ഉന്നയിക്കില്ലെന്നും ഒഴിഞ്ഞു തരുന്നത് സ്വമേധയാണെന്നും പറഞ്ഞു. ഹോട്ടലിലെ സാധനങ്ങള് ഹോട്ടൽ നിങ്ങൾ എടുത്തോണ്ട് പോകുന്നൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ അതിലുള്ള ചില്ലലമാരെയും ചായക്കെറ്റിലും ഒക്കെ? അതിനും കൂടി ചേർത്തുള്ള വിലയാ ശാരദാമ്മ പറഞ്ഞത്. അല്ലാതെ ഈ ഓണം കേറാ മൂലയിലെ ഭൂമിക്ക് മാത്രമാണെന്ന് കരുതിയോ? വീട്ടിൽ നിന്ന് ആവശ്യമുള്ള എന്താന്ന് വെച്ചാ ശാരദാമ്മയ്ക്ക് എടുക്കും. എന്താ സമ്മതമല്ലാന്നുണ്ടോ ശാരദാമ്മയ്ക്ക്? സമ്മതം. ഇവിടുത്തെ ഇടപാടുകളെല്ലാം തീർത്ത് വീടൊഴിയാൻ കുറച്ച് സാവകാശം വേണം എനിക്ക്. എത്ര സമയം? ഒരു 3 മാസം. അപ്പോ 1/4 കൊല്ലം അല്ലേ? എന്നാ പിന്നെ 30 പവൻ വാങ്ങിച്ച് മകളെ സേഫ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ 1 വർഷത്തെ സാവകാശത്തിൽ അങ്ങ് താമസിച്ചൂടെ? പിന്നെ എത്രയാ? 2 മാസം. അതായത് 60 ദിവസം. ഇല്ല. വാടാ.
ശാരദാമ്മേ, നീയോ? എന്താ ഇവിടെ? ഞാൻ ഹോട്ടലിന്റെ താക്കോല് വാങ്ങാൻ വന്നതാ ശാരദാമ്മേ. അടുക്കളയിൽ ആരെയും കണ്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ കയറി പോന്നു. അല്ല, ശാരികയും ശ്യാമയും എവിടെ പോയി ശാരദാമ്മേ? അവരമ്പലത്തിൽ പോയി. നീ വന്നിട്ട് കുറച്ചു നേരം ആയോ? ഇല്ല. എന്നാ നീ പോയി ഹോട്ടൽ തുറക്ക്. കീ അടുക്കളയിലെ ഷെൽഫിലുണ്ട്. ദാ കുടിക്ക്. കുടിക്ക്. വിഷ്ണുവിന്റെ ഇവിടെ ശാലിനി? രാവിലെ എഴുന്നേറ്റ് പോയി. ജോലിക്ക് പോയി തുടങ്ങിയല്ലേ? ഇന്നലെ വരെ മുതലാളിയായി നടന്നയാളാ, ഇപ്പോ ശമ്പളത്തിന് വേറൊരാളുടെ തൊഴിലാളിയായി. പാവം. ആഹാ, അപ്പൊ അവിടെ വരെയൊക്കെ എത്തിയോ കാര്യങ്ങള്? സന്തോഷം. ഡോക്ടറാണല്ലോ. ഹലോ ഡോക്ടർ, പ്രീതിയെ ചെക്കപ്പിന് കണ്ടില്ലല്ലോ. അത് ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റിയില്ല. പ്രോബ്ലംസ് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഡോക്ടറോ? ഇറ്റ്സ് ഓക്കെ, ഞാൻ ചില മെഡിസിൻസ് പറയാം, അതൊന്ന് കുറിച്ചെടുക്കാമോ? ശരി ഡോക്ടർ, ഞാൻ ശാലിനിക്ക് കൊടുക്കാം. ശാലിനി, ഡോക്ടർ കുറച്ച് മെഡിസിൻസ് പറഞ്ഞുതരാന്ന് പറഞ്ഞു, ഒന്ന് കുറിച്ചെടുക്കോ? ഹലോ, കട്ടായല്ലോ. ഹലോ, ഹലോ. കട്ടായി പോയല്ലോ. സാരില്ല, തിരിച്ചു വിളിച്ചാ മതി. ഒരു മിനിറ്റ്, ഞാൻ പേപ്പർ എടുത്തിട്ട് വരാം. ഇങ്ങതാ. എന്ത് മരുന്നാ ഇവര് കുറിച്ചെടുക്കുന്നത്? ഹലോ. ഡോക്ടർ, ഞാൻ ശാലിനിയാ. ശാലിനി, ഞാൻ മെഡിസിൻസ് പറഞ്ഞുതരാം, ഒന്ന് കുറിച്ചെടുക്കാവോ? പറഞ്ഞോളൂ ഡോക്ടർ. കുറിച്ചെടുത്തല്ലോ അല്ലേ? ഡോക്ടർ, കുറിച്ചെടുത്തു. ശരിയപ്പോ അടുത്ത ദിവസം തന്നെ പ്രീതിയോട് ചെക്കപ്പിന് ഒന്ന് വരാൻ പറയണേ. ശരി ഡോക്ടർ, ഞാൻ പറയാം. ഡോക്ടർ വിളിച്ചത് നന്നായി, മരുന്ന് മുടങ്ങിയില്ലല്ലോ. പറ്റുമെങ്കിൽ വൈകിട്ട് നമുക്ക് ഹോസ്പിറ്റലിലോട്ടൊന്ന് പോവാ ശാലിനി. ശരി. ആരാണാവോ? ഞാൻ നോക്കട്ടെ. ശാലിനി, വാ. എന്താ കള്ളത്തരം ഒന്ന് കണ്ടുപിടിക്കണമല്ലോ.
ശാരദ